is the next topic, design issues of distributed operating system. So far we have covered what a distributed system is. Then we have studied the different architectural models of distributed system. Then we have seen the advantages of distributed system: resource sharing, enhanced performance, improved reliability and availability, modular expandability, etc. And then we studied about the operating systems for distributed systems, that is network OS and distributed operating system. Three features are used to differentiate these two OS: system image, autonomy, and fault tolerant capability. Then these are the difference between network OS and distributed OS. In distributed OS, users are not aware about the existence of multiple computers, whereas in distributed operating system, transparency is the main feature. In network OS, each resources are managed locally, whereas in distributed OS, resources are managed globally. And then network OS, there is no fault tolerant capability, whereas distributed OS has fault tolerant capability. Next, we will study about issues in distributed operating system. That is, what are the different aspects that should be considered while designing a distributed operating system. There are 9 points: global knowledge, naming, scalability, compatibility, process synchronization, resource management, security, structure of OS, and client-server computing model. Let us see one by one. First, അതായത് ഡിസ്ട്രിബ്യൂട്ടഡ് സിസ്റ്റത്തിൽ ഓർഡറിങ് ഓഫ് ഇവൻറ്റ്സ് ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് ഒരു സെർവറിലേക്ക് ഒരു റിക്വസ്റ്റ് വരുവാണെങ്കിൽ അത് ആരാണ് ആദ്യം അയച്ചത് അതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ ആ ജോബ്സ് ഷെഡ്യൂൾ ചെയ്യുന്നത്. പക്ഷേ ഇതിനകത്തൊരു പ്രശ്നം എന്താ? ദർ ഈസ് നോ ഗ്ലോബൽ ക്ലോക്ക്, അതുപോലെ ഇവിടെ ഒരു ഗ്ലോബൽ മെമ്മറി ഇല്ല. ദാറ്റ് മീൻസ് നമുക്കൊരു ഡിസിഷൻ എടുക്കണം എന്നുണ്ടെങ്കിൽ ഇവിടെ ഇറ്റ് ഈസ് വെരി ഡിഫിക്കൾട്ട്. സോ ടെക്നിക്സ് ആർ നീഡഡ് ടു സോൾവ് ദിസ് പ്രോബ്ലം. ആൻഡ് ദ സെക്കൻഡ് ഇഷ്യൂ ഈസ് നെയിമിങ് ഇഷ്യൂ. അതായത് നമ്മളിവിടെ റിസോഴ്സിനെ എങ്ങനെ നെയിം ചെയ്യും? ദാറ്റ് ഈസ് നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്, ട്രാൻസ്പെറൻസി അച്ചീവ് ചെയ്യണം. അതായത് ഒരു റിസോഴ്സിൻ്റെ പേര് കൊടുക്കുകയാണെങ്കിൽ ആ പേരിൽ നിന്ന് നമുക്ക് ഫിസിക്കൽ ലൊക്കേഷൻ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റരുത്, അല്ലെങ്കിൽ നെയിം ഷുഡ് നോട്ട് റിവീൽ എനി ഹിൻറ്റ് ടു ദ ഫിസിക്കൽ ലൊക്കേഷൻ. ആൻഡ് സെക്കൻഡ് ആസ്പെക്റ്റ് എന്ന് പറയുന്നത് ലൊക്കേഷൻ ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഒരു നെയിം ആയിരിക്കണം. അതായത് ഇപ്പോൾ ലൊക്കേഷൻ ചേഞ്ച് ചെയ്യാം, ലൊക്കേഷൻ ചേഞ്ച് ചെയ്താലും നമ്മൾ ആ സെയിം നെയിം തന്നെ യൂസ് ചെയ്ത് ആ ലൊക്കേഷനിലുള്ള റിസോഴ്സിനെ ആക്സസ് ചെയ്യാൻ കഴിയണം. ഈ രണ്ട് കാര്യങ്ങളാണ് ലൊക്കേഷൻ ട്രാൻസ്പെറൻസിയും ലൊക്കേഷൻ ഇൻഡിപെൻഡൻസിയും കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അത് എനിക്ക് എവിടെ നിന്ന് വേണമെങ്കിലും ഒരു ഫയലിനെ ഒരേ രീതിയിൽ, ദാറ്റ് ഈസ് ഓൾസോ ഇമ്പോർട്ടൻറ്റ്, ഒരേ രീതിയിൽ എനിക്ക് ആക്സസ് ചെയ്യാൻ കഴിയണം. അതായത് നമ്മളിപ്പോൾ ഗൂഗിളിൻ്റെ ഒരു യു ആർ എൽ നമുക്കറിയാം, google.com. അത് കൊടുക്കുമ്പോൾ നമുക്ക് ഗൂഗിളിൻ്റെ സെർവറിനെ ആക്സസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇനി ഗൂഗിളിൻ്റെ സെർവർ എവിടെ ലൊക്കേഷൻ ചേഞ്ച് ചെയ്താൽ തന്നെ നമുക്ക് ഈ പേര് കൊടുത്തു കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് വെബ് പേജസ് അല്ല, അല്ലെങ്കിൽ സെർച്ച് എഞ്ചിനെ ആക്സസ് ചെയ്യാൻ കഴിയും. അത് തന്നെയാണ് ഇവിടെയും ആവശ്യമുള്ളത്. അപ്പം ഇതെങ്ങനെ അച്ചീവ് ചെയ്യും എന്നുള്ളതാണ് അടുത്ത ക്വസ്റ്റ്യൻ. അപ്പോൾ ഇതെങ്ങനെ അച്ചീവ് ചെയ്യും? ഈ രണ്ട് ട്രാൻസ്പെറൻസിയും അച്ചീവ് ചെയ്യുന്നത് എങ്ങനെയാണ്? ലൊക്കേഷൻ ട്രാൻസ്പെറൻ്റ് ആയിരിക്കണം, അതുപോലെ ലൊക്കേഷൻ ഇൻഡിപെൻഡൻ്റ് ആയിരിക്കണം. ഓക്കെ, അപ്പം നമുക്ക് ഇതിന് വേണ്ടിയിട്ട് എന്താ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഡിസ്ട്രിബ്യൂട്ടഡ് സിസ്റ്റത്തിൽ ഒരു നെയിം സെർവർ ഉണ്ടായിരിക്കും. അതായത് നമ്മളിപ്പോൾ ഒരു റിക്വസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ ആ ഫയലിൻ്റെ നെയിം മാത്രമേ നമ്മൾ കൊടുക്കുന്നുള്ളൂ. അപ്പോൾ ആ ഫയൽ നെയിമിൻ്റെ അതിൻ്റെ കറസ്പോണ്ടിങ് ലൊക്കേഷൻ വേറൊരു സെർവറിലായിരിക്കും ഇവിടെ സ്റ്റോർ ചെയ്തിട്ടുണ്ട്. ദാറ്റ് ഈസ് കോൾഡ് എ നെയിം സെർവർ. അപ്പോൾ നെയിം സെർവറിൽ ഒരു ടേബിൾ ഉണ്ടാവും. ആ ടേബിളിൽ ഈ റിസോഴ്സിൻ്റെ നെയിമും ലൊക്കേഷനും ഉള്ള ഒരു ടേബിളായിരിക്കും. അപ്പോൾ നമ്മൾ ആദ്യം ആ നെയിം സെർവറിലേക്ക് റിക്വസ്റ്റ് സെൻഡ് ചെയ്തിട്ട് അതിൻ്റെ അഡ്രസ്സ് എടുക്കും. ആ അഡ്രസ്സ് യൂസ് ചെയ്തിട്ടാണ് പിന്നീട് എന്ത് ചെയ്യുന്നത്, OS പിന്നെ ആ ഫയല് യൂസേഴ്സിന് കൊടുക്കുക. അപ്പോൾ ഒരു നെയിം സെർവർ ഉണ്ടായിരിക്കും. അതായത് നമ്മുടെ DNS തന്നെയാണ്. എക്സാമ്പിൾ ഇൻ്റർനെറ്റിലൊക്കെ യൂസ് ചെയ്യുന്ന DNS നിങ്ങൾക്കറിയാം.
അതുപോലെ ഒരു നെയിം സെർവർ ഇവിടെ ഉണ്ടായിരിക്കും. പിന്നെ ഇതിൻ്റെ ഒരു അഡീഷണൽ കാര്യം എന്ന് പറയുന്നത് ഈ നെയിം സെർവർ തന്നെ മൾട്ടിപ്പിൾ ലൊക്കേഷൻസിലുണ്ടാവും. ബിക്കോസ് ഡിസ്ട്രിബ്യൂട്ടഡ് സിസ്റ്റം ഫോൾട്ട് ടോളറൻ്റ് ആവണമെങ്കിൽ നമുക്ക് ഒരു നെയിം സെർവർ ഫെയിൽ ആയാലും വേറൊരു നെയിം സെർവറിൽ നിന്ന് നമുക്ക് ഫയലിൻ്റെ ലൊക്കേഷൻ കിട്ടണം. ഓക്കെ. പിന്നെ അപ്പോൾ അതുകൊണ്ടുള്ള പ്രശ്നം എന്ന് വെച്ചാൽ ഇതിന് സ്റ്റോറേജ് ആവശ്യം വരും. അതുപോലെ സിങ്ക്രണൈസേഷൻ മീറ്റ് ചെയ്യണം. അതായത് ഒരു സെർവറിൽ എന്തെങ്കിലും അപ്ഡേഷൻ നടന്നു കഴിഞ്ഞാൽ അതിൻ്റെ എല്ലാ കോപ്പീസിലും അപ്ഡേറ്റ് ചെയ്യാൻ കഴിയണം. ഇനി മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് സ്കെയിലബിലിറ്റിയാണ്. സ്കെയിലബിലിറ്റി എന്ന് വെച്ചാൽ ടു അഡാപ്റ്റ് ടു ഇൻക്രീസ് സർവീസ് ലോഡ്. അതായത് ഇപ്പം മൾട്ടിപ്പിൾ ഇപ്പോൾ ഉള്ള സിസ്റ്റത്തിൽ നിന്ന് കൂടുതൽ യൂസേഴ്സ് അവിടെ വരികയാണ്. അപ്പോൾ ആ ഒരു യൂസറിന് വേണ്ടിയിട്ട് നമ്മൾ ചിലപ്പോൾ പുതിയ റിസോഴ്സസ് ആഡ് ചെയ്യാം, അല്ലെങ്കിൽ പുതിയ സിസ്റ്റംസ് ആഡ് ചെയ്യാം, അല്ലെങ്കിൽ പുതിയ എന്താ പറയുക സെർവേഴ്സ് ആഡ് ചെയ്യാം. അപ്പോൾ അതിനെയൊക്കെ അഡാപ്റ്റ് ചെയ്യാൻ കഴിയുന്ന ഒരു സിസ്റ്റം ആയിരിക്കണം ഡിസ്ട്രിബ്യൂട്ടഡ് സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ എക്സിസ്റ്റിംഗ് സ്ട്രക്ചർ എഫക്റ്റ് ചെയ്യാതെ തന്നെ നമുക്കിത് അഡോപ്റ്റ് ചെയ്യാൻ കഴിയണം. അതിനുവേണ്ടി നമ്മൾ സജസ്റ്റ് ചെയ്യുന്നത് എന്താ വെച്ചാൽ അൽഗോരിതംസൊക്കെ സെൻട്രലൈസ്ഡ് എന്നൊരു കോൺസെപ്റ്റ് ഇവിടെ അവോയ്ഡ് ചെയ്യണം. എല്ലാം ഡിസ്ട്രിബ്യൂട്ടഡ് ആണ് ഡിസ്ട്രിബ്യൂട്ടഡ് സിസ്റ്റത്തിൽ. പിന്നെ ഉള്ളത് കോമ്പാറ്റബിലിറ്റിയാണ്. കോമ്പാറ്റബിലിറ്റി എന്ന് വെച്ചാൽ ഇൻ്ററോപ്പറബിലിറ്റിയാണ്. അത് 3 ലെവൽസ് ആയിട്ടാണ് ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ കഴിയുക. ഒന്നെന്ന് വെച്ചാൽ ബൈനറി ലെവൽ എന്ന് വെച്ചാൽ നമ്മളിവിടെ OSൻ്റെ കോഡ് ബൈനറി കോഡായിട്ട് എഴുതും. ദാറ്റ് മീൻസ് ഇറ്റ് ക്യാൻ ബി എക്സിക്യൂട്ടഡ് ഓൺ ഓൾ മെഷീൻസ്. ദാറ്റ് ഈസ് ഇവിടെ ഒരു പ്രത്യേക എല്ലാം ഐഡൻറ്റിക്കൽ മെഷീൻസ് ആയിരിക്കും. സെക്കൻഡ് തിങ് എന്ന് പറയുന്നത് എക്സിക്യൂഷൻ ലെവലാണ്. ഇവിടെ എന്ന് വെച്ചാൽ ഹൈ ലെവൽ കോഡായിരിക്കും. അത് കമ്പൈൽ ചെയ്ത് എവിടെ വേണമെങ്കിലും എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കോഡായിട്ടായിരിക്കും OS എഴുതുക. പിന്നെ പ്രോട്ടോക്കോൾ ലെവലാണ്. പ്രോട്ടോക്കോൾ ലെവൽ എന്ന് പറയുമ്പോൾ ഇവിടെ ഹെറ്ററോജീനിയസ് കമ്പ്യൂട്ടേഴ്സ് സപ്പോർട്ട് ചെയ്യും. അതായത് അവർ തമ്മിൽ ഒരു കോമൺ പ്രോട്ടോക്കോൾ ഫോളോ ചെയ്തിട്ടുണ്ടാവും, എങ്ങനെ സെൻഡ് ചെയ്യണം, മെസ്സേജ് റിസീവ് ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ. പിന്നെ ഉള്ളത് പ്രോസസ് സിങ്ക്രണൈസേഷനാണ്. പ്രോസസ് സിങ്ക്രണൈസേഷൻ ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. പക്ഷേ ഇവിടെ ഉള്ള പ്രത്യേകത എന്താ, മൾട്ടിപ്പിൾ കമ്പ്യൂട്ടേഴ്സ് ഒരു സിംഗിൾ റിസോഴ്സിന് വേണ്ടി കോമ്പീറ്റ് ചെയ്യും. അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം, മ്യൂച്വൽ എക്സ്ക്ലൂഷൻ എൻഷുർ ചെയ്യണം. അതായത് ഒരു സമയത്ത് ഒരു സിസ്റ്റത്തിൽ ഒരു പ്രോസസ്സ് മാത്രമേ ഒരു റിസോഴ്സിനെ ആക്സസ് ചെയ്യാൻ പാടുള്ളൂ. അതുപോലെ തന്നെ റിസോഴ്സ് മാനേജ്മെൻറ്റ് വരുമ്പോൾ ഇവിടെ ഉള്ളത് നമുക്ക് ലോക്കൽ റിസോഴ്സസും ഉണ്ട്, റിമോട്ട് റിസോഴ്സസും ഉണ്ടല്ലോ. അപ്പോൾ അത് രണ്ടും നമ്മളിവിടെ മാനേജ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ലോക്കൽ റിസോഴ്സ് കൂടാതെ റിമോട്ട് റിസോഴ്സസ് എല്ലാം റിസോഴ്സസിനെയും മാനേജ് ചെയ്യണം. അതെങ്ങനെ എഫക്റ്റീവായിട്ട് മാനേജ് ചെയ്യാം. അപ്പോൾ അതിൻ്റെ പേരൊക്കെ കൊടുക്കുന്ന കാര്യങ്ങൾ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. ഇനി ഇതിൽ റിസോഴ്സ് മാനേജ്മെൻറ്റ് 3 രീതിയിലാണ് ഇവിടെ റിസോഴ്സിനെ ഹാൻഡിൽ ചെയ്യുന്നത്. ഒന്നെന്ന് പറയുന്നത് ഡേറ്റ മൈഗ്രേഷനാണ്. അതായത് നമുക്ക് ആവശ്യമുള്ള ഡേറ്റ നമ്മുടെ സിസ്റ്റത്തിലേക്ക് കൊണ്ടുവന്ന് ചെയ്യും. ഓക്കെ, ദാറ്റ് ഈസ് ഡേറ്റ മൈഗ്രേഷൻ. അപ്പോൾ ഇവിടെ അത് ഡേറ്റ എന്ന് പറയുമ്പം ഫയലാകാം, അല്ലെങ്കിൽ വേറൊരു മെമ്മറി കണ്ടൻ്റ് ആവാം. പിന്നെ കമ്പ്യൂട്ടേഷൻ മൈഗ്രേഷൻ എന്ന് പറയുമ്പോൾ കമ്പ്യൂട്ടേഷൻ മൈഗ്രേറ്റ് ചെയ്യും. അതായത് നമ്മൾ റിമോട്ടായിട്ടുള്ള ഒരു പ്രൊസീജിയറിനെ ഞാൻ ഇവിടെ നിന്നുകൊണ്ട് കോൾ ചെയ്യും. അതാണ് കമ്പ്യൂട്ടേഷൻ മൈഗ്രേഷൻ എന്നും കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ഇപ്പോൾ നമ്മുടെ ഒരു പ്രൊസീജിയർ റിമോട്ടായിട്ടുണ്ടെങ്കിൽ ഞാൻ അതിലേക്ക് റിക്വസ്റ്റ് സെൻഡ് ചെയ്യും. അപ്പോൾ ആ പ്രൊസീജിയർ അവിടെ എക്സിക്യൂട്ട് ചെയ്തിട്ട് റിസൾട്ട് എനിക്ക് തിരിച്ചു തരും. മനസ്സിലായില്ലേ? അതായത് ക്ലയൻറ്റ് ഒരു മെഷീനിലേക്ക് മെസ്സേജ് സെൻഡ് ചെയ്യുന്നു. അവിടെ ആ ഒരു പ്രൊസീജിയറുണ്ട്. ആ പ്രൊസീജിയർ എക്സിക്യൂട്ട് ചെയ്ത് റിസൾട്ട് തിരിച്ച് ക്ലയൻറ്റിന് സെൻഡ് ചെയ്യും. അപ്പോൾ അവിടെ കമ്പ്യൂട്ടേഷൻ റിമോട്ട് പ്രൊസീജിയർ കോൾ എന്ന് പറയും. നമ്മളത് ഇനി അടുത്ത പഠിക്കാനുണ്ട്. നെക്സ്റ്റ് നമ്മൾ കമ്മ്യൂണിക്കേഷൻ പ്രിമിറ്റീവ്സ് ഒക്കെ പഠിക്കുമ്പോൾ RPC ഡീറ്റെയിൽഡായിട്ട് പഠിക്കാനുണ്ട്. പിന്നെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിസ്ട്രിബ്യൂട്ടഡ് ഷെഡ്യൂളിംഗ് ആണ്. ഇത് ഓൾറെഡി നമ്മൾ വർക്ക് സ്റ്റേഷൻ മോഡൽ പറഞ്ഞതാണ്. അതായത് നമ്മുടെ വർക്ക് സ്റ്റേഷന് കേപ്പബിലിറ്റി ഇല്ല എങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ പ്രോസസ്സിനെ തന്നെ മൈഗ്രേറ്റ് ചെയ്യും. അതാണ് ഡിസ്ട്രിബ്യൂട്ടഡ് ഷെഡ്യൂളിംഗ് അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂട്ടഡ് കമ്പ്യൂട്ടേഷൻ എന്ന് പറയുന്നത്. ഇത് മൊത്തത്തിൽ ഷിഫ്റ്റ് ചെയ്യും. പിന്നെ 7th ഇതെന്ന് പറയും സെക്യൂരിറ്റി എന്ന് പറയുമ്പോൾ ഓതൻറ്റിക്കേഷനും ഉണ്ട്, ഓതറൈസേഷനും ഉണ്ട്. ഇത് നമ്മൾ ഓൾറെഡി നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സിലുള്ളത് തന്നെയാണിതും. ഗ്യാരണ്ടി നമ്മൾ ഒരു പർട്ടിക്കുലർ എൻറ്റിറ്റി തന്നെയാണെന്നും അതിന് എന്തൊക്കെ പ്രിവിലേജ് ഉണ്ടെന്നും സെറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട് ഓരോ റിസോഴ്സും. ഓക്കെ. പിന്നെ ഉള്ളത് സ്ട്രക്ചറിങ്. ഇത് ഓൾറെഡി OSൻ്റെ സ്ട്രക്ചർ എന്താണ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. ഡിസ്ട്രിബ്യൂട്ടഡ് സിസ്റ്റത്തിന് ഒരു മൈക്രോ കേർണൽ സ്ട്രക്ചറാണ്. അതിവിടെ ഹൈ ലെവൽ ഫങ്ഷൻസ് എല്ലാം ഇൻഡിപെൻഡൻറ്റ് പ്രോസസ്സസ് ആയിട്ടാണ്
വർക്ക് ചെയ്യുന്നത്. ദാറ്റ് ഈസ് സർവീസസ് അല്ലേ, ദേ ആർ കോൾഡ് സർവീസസ്. അപ്പോൾ അത് നമ്മൾ വിളിക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ അതിലേക്ക് ഒരു റിക്വസ്റ്റ് സെൻഡ് ചെയ്യും, അതിൽ നിന്ന് റിസൾട്ട് കിട്ടും. അപ്പോൾ ഇതിന് എക്സാമ്പിളാണ് മാക് ഓറിസ് ഒക്കെ. ഡിസ്ട്രിബ്യൂട്ടഡ് OSന് എക്സാമ്പിളാണ് മൈക്രോ കേർണൽ ആർക്കിടെക്ചർ യൂസ് ചെയ്യുന്നത്. പിന്നെ ഉള്ളത് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ്. അത് വേറൊരു സ്ട്രക്ചറാണ്. അതായത് ഇവിടെ നമ്മൾ ഒബ്ജക്റ്റായിട്ടാണ് OSൻ്റെ കമ്പോണൻസിനെ ഡിസൈൻ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് OSൻ്റെ എല്ലാ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് എല്ലാ ഫീച്ചേഴ്സും നമുക്കിവിടെ കിട്ടുന്നതായിരിക്കും. അതൊരു ക്ലാസ്, പിന്നെ ഒബ്ജക്ട്സ്, അത് കിട്ടും. പിന്നെ ലാസ്റ്റ് കോൺസെപ്റ്റ് എന്ന് പറയുന്നത് ക്ലയൻറ്റ് സെർവർ കമ്പ്യൂട്ടേഷൻ. അതായത് നമ്മുടെ നെയിം സെർവർ ഉണ്ട് അല്ലേ, ഓരോ സർവീസസ് ഉണ്ടല്ലോ. അപ്പോൾ അതെന്ത് ചെയ്യും, ക്ലയൻറ്റ് മെഷീൻസ് റിക്വസ്റ്റ് ചെയ്യും, സർവീസിനെ പ്രോസസ്സ് ചെയ്തിട്ട് റിസൾട്ട് ക്ലയൻറ്റിലേക്ക് അയക്കും. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഡിസൈൻ ഇഷ്യൂ. ദിസ് ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്. 9 പോയിൻറ്റ്സും ക്ലിയറായെന്ന് വിശ്വസിക്കുന്നു. ഇല്ല എങ്കിൽ അടുത്ത ക്ലാസ്സിൽ ഡൗട്ട് ചോദിക്കാം, ഞാൻ പറഞ്ഞുതരാം. ഓക്കെ.